ഇതിന് ചിറകുകളുണ്ട്, പക്ഷേ ഇത് പക്ഷിയല്ല. ഇതിന് എഞ്ചിനുണ്ട്, പക്ഷേ ഇതൊരു വിമാനമല്ല. $10 ലക്ഷം റഡാർ സംവിധാനങ്ങളെ വെറും $20,000 ഈ പ്ലാസ്റ്റിക് കഷ്ണം വെല്ലുവിളിക്കുന്നു. ലോകശക്തികളുടെ ഉറക്കം കെടുത്തുന്ന ആധുനിക യുദ്ധതന്ത്രങ്ങളെ മാറ്റിയെഴുതിയ ഒരൊറ്റ പേര്: ഷഹീദ്. 2011 ഡിസംബർ. ഇറാനിലെ നിശബ്ദമായ മണൽക്കുന്നുകൾക്ക് മുകളിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഹൈടെക് വേട്ട നടന്നു. അമേരിക്കയുടെ അഭിമാനമായ റഡാറുകൾക്ക് പോലും പിടികൊടുക്കാത്ത RQ-170 സെന്റിനൽ ഡ്രോൺ പൊടുന്നനെ അപ്രത്യക്ഷമായി. അമേരിക്കൻ സൈന്യം കരുതിയത് അത് തകർന്നു വീണതാകാം എന്നാണ്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ ആ സത്യം വെളിപ്പെടുത്തി. അവർ അത് വെടിവെച്ചിട്ടതല്ല, മറിച്ച് ആകാശത്ത് വെച്ച് അതിൻ്റെ നിയന്ത്രണം ഹാക്ക് ചെയ്ത് സുരക്ഷിതമായി തറയിലിറക്കി. ലോകം അവിശ്വസനീയതയോടെ ആ വാർത്ത കേട്ടു. ആദ്യം അമേരിക്ക ഇത് നിഷേധിച്ചു. പക്ഷേ ഇറാന്റെ ടെലിവിഷൻ ചാനലുകളിൽ അഭിമാനത്തോടെ ആ ഡ്രോൺ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അമേരിക്കയ്ക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. പ്രസിഡന്റ് ബരാക് ഒബാമ നേരിട്ട് ലോകത്തിന് മുന്നിലെത്തി പറഞ്ഞു, അത് ഞങ്ങളുടെ ഡ്രോണാണ്, അത് തിരികെ തരണം. പക്ഷേ ഇറാൻ ചിരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ തങ്ങളുടെ വിരൽത്തുമ്പിൽ കിട്ടിയപ്പോൾ അത് തിരികെ നൽകാൻ അവർ തയ്യാറല്ലായിരുന്നു. പണമില്ല, വിദേശ സഹായമില്ല, സാങ്കേതിക വിദ്യകൾ ഇറക്കുമതി ചെയ്യാൻ അനുവാദവുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാന്റെ ശാസ്ത്രജ്ഞർ ആ ഡ്രോണിനെ ഓരോ ഭാഗങ്ങളായി അഴിച്ചു പരിശോധിച്ചു. ഓരോ സർക്യൂട്ടും അവർ ഹൃദ്യസ്ഥമാക്കി. അമേരിക്കയുടെ തന്നെ ആയുധത്തെ അവർക്കെതിരെയുള്ള രക്ഷാകവചമാക്കി മാറ്റാനുള്ള ആ വാശി, അതിനെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഫലമായി പിറന്നതാണ് സിമോർഗ് ഡ്രോണുകൾ. തങ്ങളെ തകർക്കാൻ വന്ന വിദ്യയെ അവർ തങ്ങളുടെ കരുത്താക്കി മാറ്റി. ഇവിടെയാണ് ഷഹീദ് 136 എന്ന പേര് ലോകം പേടിയോടെ കേൾക്കാൻ തുടങ്ങിയത്. ഇതിന് വലിയ ഗ്ലാമറില്ല, വശ്യമായ രൂപമില്ല. പക്ഷേ ഇതിന്റെ കനത്ത മൂളൽ കേൾക്കുമ്പോൾ ശത്രുക്കളുടെ ഉള്ളിൽ തീയുയരും. ഒരു മോട്ടോർ ബൈക്കിന്റെ എഞ്ചിൻ ശബ്ദവുമായി ആകാശത്ത് കറങ്ങി നടക്കുന്ന ഈ ചാവേർ ഡ്രോൺ ആധുനിക യുദ്ധത്തിന്റെ മുഖം തന്നെ മാറ്റി. $20,000 ഈ യന്ത്രം കോടിക്കണക്കിന് രൂപയുടെ സമാധാനമാണ് തകർത്തെറിയുന്നത്. ഇത് വെറുമൊരു ഡ്രോൺ അല്ല, ഭീതിയാണ്. അതിശയകരമായ കാര്യമെന്തെന്നാൽ ഇതിനുള്ളിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ കാണുന്ന തരം പ്രോസസ്സറുകളും സാധാ ക്യാമറ സെൻസറുകളുമാണ്. യമനിലെ ഹൂതികൾ മുതൽ ഉക്രൈനിലെ റഷ്യൻ സൈന്യം വരെ ഇന്ന് ഈ ആയുധം ഉപയോഗിക്കുന്നു. ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ സഖ്യകക്ഷികൾ ലോകവിപണിയെ വെല്ലുവിളിക്കുന്നു. ഇതൊരു വെറും സൈനിക നീക്കമല്ല, മറിച്ച് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഷഹീദ് ഡ്രോണുകൾ തുറന്നു നോക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. അതിനുള്ളിലെ പല പ്രധാന ചിപ്പുകളും നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ്. സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്നെ അമേരിക്കയെ തോൽപ്പിക്കുന്ന അവസ്ഥ. 2022 ഉക്രൈനിലെ ആകാശത്ത് ഒരു വിചിത്രമായ ശബ്ദം മുഴങ്ങി. ഒരു സ്കൂട്ടർ ഓടിച്ചു വരുന്നത് പോലെയുള്ള ശബ്ദം. ലോകം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു, റഷ്യ ഇറാനിയൻ ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. നഗരങ്ങളിലെ വൈദ്യുതി നിലയങ്ങളും കെട്ടിടങ്ങളും തകർക്കാൻ ഇവ ഉപയോഗിക്കപ്പെട്ടു. അതോടെ ഡ്രോൺ യുദ്ധമുറയിൽ ഇറാൻ ഒരു ആഗോള ശക്തിയായി മാറി. ഇറാൻ ഈ ഡ്രോണുകൾ നേരിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നൽകുന്നു. ചെങ്കടലിലെ ഓയിൽ ടാങ്കറുകൾക്ക് നേരെയും സൗദിയിലെ അരാംകോ നിലയത്തിന് നേരെയും ഇവ പറന്നുയർന്നു. റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം താഴ്ന്നു പറക്കാനുള്ള കഴിവ് ഇവയെ അദൃശ്യരാക്കുന്നു. ഇന്ന് ലോകത്തിന്റെ ഏതു ഭാഗത്തും ഒരു ഷഹീദ് ആക്രമണം സംഭവിക്കാം എന്ന ഭീതിയിലാണ് വൻശക്തി. 2024 ഏപ്രിലിൽ ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണത്തോടെ യുദ്ധതന്ത്രം മാറി. 100 കണക്കിന് ഡ്രോണുകൾ ഒന്നിച്ച് ഒരു പറ്റം തേനീച്ചകളെപ്പോലെ ആക്രമിച്ചാൽ ലോകത്തിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും അത് തടയാനാവില്ല. ചെങ്കടലിൽ ഹൂതികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കടലിന് മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകൾ മാത്രമല്ല, മറിച്ച് കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന അണ്ടർ വാട്ടർ സൂയിസൈഡ് ഡ്രോൺസ് കൂടിയാണ്. ഷഹീദ് സാങ്കേതികവിദ്യയുടെ ഈ പുതിയ വകഭേദം ലോകത്തെ ഏറ്റവും വലിയ നാവികസേനകളെപ്പോലും വട്ടം കറക്കുന്നു. ഇത് ആഗോള ഷിപ്പിംഗ് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും ലോക സാമ്പത്തിക വ്യവസ്ഥയെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തു. 2026 നമ്മൾ കാണുന്നത് ഡ്രോണുകളുടെ 2ാം പതിപ്പാണ്.
പഴയ ഷഹീദ് ഡ്രോണുകൾക്ക് ഒരു GPS ലൊക്കേഷൻ ആവശ്യമായിരുന്നെങ്കിൽ പുതിയ ഷഹീദ് AI സീരീസിന് അതിൻ്റെ ആവശ്യമില്ല. ഇവയ്ക്ക് റഡാറുകളെ സ്വയം തിരിച്ചറിയാനും ജാമിംഗ് സിഗ്നലുകളെ വെട്ടിച്ചു പറക്കാനും കഴിയും. ഒരു കൂട്ടം ഡ്രോണുകൾ വിക്ഷേപിച്ചാൽ അവയിൽ ഒരെണ്ണം തകർക്കപ്പെട്ടാൽ ബാക്കിയുള്ളവ സ്വയം പുതിയ പ്ലാനുകൾ തയ്യാറാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് കേവലം സയൻസ് ഫിക്ഷൻ സിനിമകളിലെ കഥയല്ല. ആധുനിക യുദ്ധക്കളത്തിൽ AI ഡ്രോണുകൾ പ്രയോഗിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു സാങ്കേതിക വിദ്യയാണ് പ്രെഡിക്റ്റീവ് ലെത്താലിറ്റി. ഇതിനെ 3 പ്രധാന ഘട്ടങ്ങളായി നമുക്ക് വിശകലനം ചെയ്യാം. 1. ബിഹേവിയറൽ പാറ്റേൺ റെക്കഗ്നിഷൻ. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ നമ്മൾ അടുത്തതായി എന്ത് സെർച്ച് ചെയ്യുമെന്ന് പ്രവചിക്കുന്നത് പോലെ തന്നെയാണിത്. ഡ്രോണിലെ AI ക്യാമറകൾ ഒരു ജനക്കൂട്ടത്തിന്റെ ചലനങ്ങളെ തത്സമയം നിരീക്ഷിക്കുന്നു. അപകടമുണ്ടാകുമ്പോൾ മനുഷ്യർ കാണിക്കുന്ന സ്വാഭാവികമായ ഓട്ടവും പരിഭ്രാന്തിയും വിശകലനം ചെയ്ത് അടുത്ത സെക്കൻഡുകളിൽ നിങ്ങൾ ഏത് ദിശയിലേക്കാണ് നീങ്ങാൻ സാധ്യതയുള്ളതെന്ന് ഈ അൽഗോരിതങ്ങൾ മുൻകൂട്ടി കണക്കുകൂട്ടുന്നു. 2. സ്വാം അൽഗോരിതമിക് സിങ്ക്. ഇവിടെയാണ് യഥാർത്ഥ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നിലധികം ഡ്രോണുകൾ ഒരേ സമയം വിക്ഷേപിക്കപ്പെടുമ്പോൾ അവ പരസ്പരം ഡാറ്റ കൈമാറുന്നു. ആളുകൾ ഓടിപ്പോകാൻ സാധ്യതയുള്ള എല്ലാ എക്സിറ്റ് പോയിന്റുകളും ഈ ഡ്രോണുകൾ സെക്കൻഡുകൾക്കുള്ളിൽ ബ്ലോക്ക് ചെയ്യുന്നു. അതായത് നിങ്ങൾ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപേ ഡ്രോണിലെ AI അവിടെ ഒരു ഡെഡ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. 3ാമത്തെ പ്രത്യേകതയാണ് ടാർഗറ്റ് ലോക്കിംഗ്. പഴയ മിസൈലുകൾ ഒരു ലൊക്കേഷൻ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഈ AI ഡ്രോണുകൾ ഒരു ഓബ്ജക്റ്റിനെയാണ് ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾ എത്ര വേഗത്തിൽ ഓടിയാലും ദിശ മാറ്റിയാലും നിങ്ങളുടെ ചലനത്തിന്റെ ഗതിവേഗം കണക്കാക്കി ഡ്രോൺ തനിയെ പാത മാറ്റുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്താശേഷിയേക്കാൾ വേഗത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു ഡിജിറ്റൽ വേട്ടക്കാരൻ. ഇന്നത്തെ കാലത്ത് ഒരു സൈനികൻ ഒളിച്ചിരിക്കുന്നത് എത്ര സുരക്ഷിതമായ ബങ്കറിലായാലും അയാൾ ഒരു വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അതിനെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് വിളിക്കാം. ആധുനിക സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന അത്യാധുനിക റേഡിയോ സെറ്റുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് ഫോണുകൾ എന്നിവ പുറത്തുവിടുന്ന ഇലക്ട്രോണിക് തരംഗങ്ങൾ RF സിഗ്നൽസ് ഈ ഡ്രോണുകൾക്ക് ഇരുട്ടിലെ ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ്. ഡ്രോണിലെ AIക്ക് ഈ സിഗ്നലുകളെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാനും കൃത്യമായി ട്രാക്ക് ചെയ്യാനും കഴിയും. അതായത് ആശയവിനിമയത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യ തന്നെ ഒടുവിൽ നമ്മുടെ ശവക്കുഴി തോണ്ടുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. സാങ്കേതികമായി എത്രത്തോളം മുന്നേറുന്നോ അത്രത്തോളം നിങ്ങൾ ഈ അദൃശ്യ വേട്ടക്കാർക്ക് മുന്നിൽ വെളിവാക്കപ്പെടുന്നു. 2011 ഒരു മരുഭൂമിയിൽ വഴിതെറ്റി വീണ ആ ഡ്രോൺ ഇന്ന് ലോകക്രമം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. യുദ്ധം ആരും ജയിക്കുന്നില്ല, എല്ലാവരും തോൽക്കുകയാണ്. വിദ്യ ആരുടേതായാലും പ്രയോഗം അറിയുന്നവനാണ് ഇന്ന് കളി ജയിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് പക്ഷികൾ ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് മനുഷ്യന്റെ അതിജീവനത്തിന്റെയും അധികാരത്തിന്റെയും വലിയൊരു ചതുരംഗക്കളിയാണ്. ഒരു ഭാഗത്ത് ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്ന വൻ ശക്തി, മറുഭാഗത്ത് ഒളിപ്പോരിലൂടെ അവരെ വട്ടം കറക്കുന്ന പ്രാദേശിക ശക്തി. ഈ പോരാട്ടത്തിൽ പിടയുന്നത് നിരപരാധികളായ മനുഷ്യരാണ്. ചെങ്കടലിലെ ഓളപ്പരപ്പിലും ഇസ്രായേലിന്റെ ആകാശത്തും ഇന്ന് ഷഹീദ് ഡ്രോണുകൾ എഴുതുന്നത് പുതിയൊരു ചരിത്രമാണ്. പണ്ട് ഒരു മരുഭൂമിയിൽ വീണ ആ വിത്ത് ഇന്ന് ലോകത്തെ വിഴുങ്ങുന്ന ഒരു വൻമരമായി വളർന്നിരിക്കുന്നു. ഇന്ന് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്നത് വെറുമൊരു സ്ഫോടനമല്ല, മറിച്ച് മനുഷ്യന്റെ നീക്കങ്ങളെ പരാജയപ്പെടുത്തുന്ന ഈ അത്യാധുനിക അൽഗോരിതങ്ങളാണ്.